السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. قال الله عز وجل. സ്റ്റേജിൽ ഉപവിഷ്ടരായ അധ്യക്ഷൻ ഹുസൈൻ അരീപ്പുറവും മറ്റു പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സദസ്സിൽ സന്നിഹിതരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഉമ്മപെങ്ങന്മാരെ, സുദീർഘമായ സ്വാഗത പ്രസംഗത്തിനും അതിലേറെ ദീർഘമുള്ള അധ്യക്ഷ പ്രസംഗത്തിനും ശേഷം പിന്നീട് ഒരു ദൈർഘ്യമുള്ള ഉദ്ഘാടന പ്രഭാഷണത്തിന് ഞാൻ ഏതായാലും മുതിരുന്നില്ല. ബഹുമാനപ്പെട്ട നെല്ലായ ഉസ്താദിൻ്റെ ഭക്തി നിർഭരമായ പുളകാത്മമായ വികാരത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ സമയത്തെ ഞാൻ കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന ചെറുവാളൂർ ഉസ്താദിൻ്റെ 5ാമത് ആണ്ടനുസ്മരണ സമ്മേളനവും മജ്ലിസിൻ നൂറിൻ്റെ വാർഷികവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ അനുസ്മരിക്കേണ്ടവരെ അനുസ്മരിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖമുദ്ര. ചെറുവാൾ ഉസ്താദിനെ അനുസ്മരിക്കുമ്പോൾ പറയേണ്ടതായ ഒരുപാട് വിനയാന്നതമായ കാര്യങ്ങളുണ്ട്. വിനീതനായ ഞാൻ ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഉസ്താദിനെ ആദ്യമായിട്ട് കാണുന്നത് വെള്ളാങ്കല്ലൂർ മുദരിസായിരുന്ന അന്നത്തെ എൻ്റെ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ സുന്നി യുവജന സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന PP യൂസുഫ് മുസ്ലിയാർ, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. PP യൂസുഫ് മുസ്ലിയാരാണ് ആദ്യമായി ചെറുവാളൂർ ഉസ്താദിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതും ജാമിഅ നൂരിയയുടെ വാർഷിക സമ്മേളനത്തിന് വേണ്ടി ഞങ്ങൾ പോയിരുന്നു. ആ സമയത്ത് ചെറിയ ഒരു പൊതി, ചെറിയ ഒരു സെഞ്ചിയുമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ റൂമിൻ്റെ ആ പടിവാതിക്കൽ വളരെ വിനയാന്വിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് കാണിച്ചു തരികയുണ്ടായി. അതാദ്യമായി കാണിച്ചു തന്നത് PP യൂസുഫ് മുസ്ലിയാരാണ്.
ശംസുൽ ഉലമക്ക് ഇഷ്ടമുള്ള ഒരു വസ്തുവുമായിട്ടാണ് ശംസുൽ ഉലമ എപ്പോൾ വിളിക്കുന്നു എന്ന് കാതോർത്തുകൊണ്ട് ആ ഡോറിൻ്റെ പരിസരത്ത് നിൽക്കുന്നത്. അന്ന് മുതൽ ചെറുവാളൂർ ഉസ്താദിനെ അറിയപ്പെട്ടിരുന്നത് ശംസുൽ ഉലമയുടെ ഇഷ്ടപുത്രൻ എന്നായിരുന്നു. ചെറുവാളൂർ ഉസ്താദിൻ്റെ സ്മരണിക ഒരാവർത്തി വായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സമയക്കുറവ് കൊണ്ട് എനിക്കതിന് സാധിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഖാദിമായിട്ടുള്ള ഇവിടുത്തെ ഉസ്താദ് വാഫി, അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് എനിക്ക് വായിക്കാൻ ശ്രദ്ധയിൽപ്പെട്ടു. അതിലെഴുതിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വിനയവും അദ്ദേഹത്തിൻ്റെ ആ സൂഫി ഗുരുപരമ്പരയിലുള്ള ജീവിത ശൈലിയും മനസ്സിലാക്കാൻ ആ ഒന്ന് രണ്ട് പോയിൻ്റുകൾ മാത്രം മതി. സത്യത്തിൽ ഞാൻ ഒരു പ്രസംഗത്തിന് വേണ്ടി വന്നതല്ല ഇവിടെ. സാധാരണ വരാറുള്ളത് പോലെ ഒരു ആശംസ പറഞ്ഞു പോവുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്തയുടെ അനിഷേധ്യനായ നേതാവ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയത്തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനവറുകൾക്ക് ഇന്ന് മമ്പുറത്ത് ഔദ്യോഗികമായ ചില പരിപാടികളുള്ളതുകൊണ്ട് ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. ആ ദൗത്യം വിനീതനായ എന്നോട് നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇപ്പോൾ ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. മഹാനവറുകളുടെ അനുവാദത്തോടു കൂടി ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ആദ്യം തന്നെ ഞാൻ നിർവഹിക്കുകയാണ്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ നാമത്തിൽ ഈ സംഗമത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആദ്യമായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ചെറുവാളൂർ ഉസ്താദിൻ്റെ മരണത്തിന് മുമ്പെയുള്ള ജീവിതശൈലിയെക്കുറിച്ച് അതിൽ ഒന്ന് രണ്ട് പരാമർശങ്ങൾ ഞാൻ വായിക്കാനിടയായി. പരലോക ജീവിതത്തിലേക്ക് പോകാനുള്ള ആ യാത്രയുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ഗേഹം തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. അപ്പോൾ ഈ ഭാഗത്ത് ഇൻ്റർലോക്കിൻ്റെ വർക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടിയുള്ള സ്ഥലം മാർക്ക് ചെയ്ത് ഇട്ടു. മാത്രമല്ല ഇശാ മഗ്‌രിബിനിടയിൽ ആ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മുന്നിൽ ഈ കാണുന്ന സ്ഥലത്ത് ഒരു കസാര ഇട്ട് വന്ന് തസ്ബീഹ് മാലയും പിടിച്ച് ഔറാദിൽ മുഴങ്ങുന്ന രംഗം അതിൽ ഞാൻ വായിക്കാനിടയായി. ഇതും ശംസുൽ ഉലമയുടെ ഒരു മോഡലായിരുന്നു. മഹാനായ ശംസുൽ ഉലമ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഒരു പ്രസംഗത്തിനോ പ്രഭാഷണത്തിനോ സംഭാഷണത്തിനോ മസ്ലഹത്തിനോ ഒന്നിനും നിൽക്കില്ല. ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ മഹാസമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, കോഴിക്കോട് മർക്കസിൻ്റെ ഒക്കെ വലിയ സമ്മേളനം നടക്കുന്ന സമയത്ത് മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം സദസ്സിലേക്ക് പണ്ഡിതന്മാർ വരുന്ന ഒരു രംഗമുണ്ട്. സ്റ്റേജിൽ കയറിയിരുന്നാൽ ആദ്യമായിട്ട് ആ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ശംസുൽ ഉലമയാണ്. പക്ഷെ ശംസുൽ ഉലമ ആ സമയത്ത് തസ്ബീഹ് മാലയും പിടിച്ച് ഔറാദിലിരിക്കും. പ്രസംഗിക്കാൻ അന്നത്തെ ഏറ്റവും വലിയ, അന്നത്തെയും എന്നത്തെയും പ്രസംഗകർക്ക് ഇസ്ലാമിനെ ശാസ്ത്രീയമായി അവതരിപ്പിച്ച് ജനലക്ഷങ്ങളെ കോരിത്തെരിപ്പിച്ചൊരു പ്രാസംഗികനുണ്ടായിരുന്നു, വൈലിത്തറ മുഹമ്മദ് കുഞ്ഞു മൗലവി. ആ വൈലിത്തറ സംസാരിക്കട്ടെ എന്നാണ് ശംസുൽ ഉലമ പറയുക. വൈലിത്തറയുടെ സംസാരം കഴിയുന്നതോടുകൂടി ഇശാ ബാങ്ക് കൊടുത്ത് ഇശാഇൻ്റെ ശേഷമാണ് മഹാനായ ശംസുൽ ഉലമ പ്രസംഗിക്കുക.
ഞാൻ പറഞ്ഞു വന്നത്, ആ ശംസുൽ ഉലമയുടെ ജീവിത മാർഗം കറക്റ്റ് അനുവർത്തിച്ചുകൊണ്ട് ഈ മക്കാമിൻ്റെ ഈ പുണ്യ സ്ഥലത്തിൻ്റെ നേരത്തെ കൂട്ടി അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരലോക ജീവിത യാത്രയിലേക്കുള്ള ആ ഗേഹത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് തസ്ബീഹ് മാല പിടിച്ച് ഔറാദിൽ ഏർപ്പെടുന്നൊരു സിസ്റ്റം. ഇതാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ മഹാന്മാരുടെ മാതൃക. ആ മാതൃക പൂർണ്ണമായി പിന്തുടരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാനവറുകളായ ചെറുവാളൂർ ഉസ്താദ് അവറുകൾ. ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഖാദിമ് ഇവിടെ വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പിൽ നിന്നൊരു പോയിൻ്റ് പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു പോയിൻ്റ് എന്നെ അത്ഭുതപ്പെടുത്തിയത്, നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ ഉദ്ദേശിച്ചാൽ പെട്രോൾ പമ്പിലാണ് കയറുകയാണ്. പക്ഷെ പെട്രോൾ പമ്പിൽ കയറിക്കഴിഞ്ഞാൽ വെറുതെ മൂത്രമൊഴിച്ചു പോരുക മാത്രമല്ല, അവിടുന്ന് പെട്രോൾ അടിക്കും. ആ പെട്രോൾ പമ്പുകാരെ സന്തോഷിപ്പിച്ചതിന് ശേഷമേ ആ പമ്പിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്നാണ്. നമ്മൾ മൂത്രമൊഴിക്കാൻ മുട്ടി അവിടെ കയറി മൂത്രമൊഴിച്ച് ഇങ്ങോട്ട് പോരും, അതാണല്ലോ അതിൻ്റെ സ്വഭാവം. പക്ഷെ പമ്പിലേക്ക് കയറുമ്പോൾ പമ്പിലുള്ള ആളുകൾ എന്താ വിചാരിക്കുക, ഇന്ന് ഇവർ വലിയൊരു സംഖ്യയ്ക്ക് പെട്രോൾ അടിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവരെ നിരാശപ്പെടുത്തി പോകാൻ പാടില്ല. പെട്രോള് ഉണ്ടെങ്കിലും പെട്രോൾ അടിച്ചതിന് ശേഷമാണ് അവിടുന്ന് തിരിച്ചു പോരാറുള്ളത്. ആ വിനയത്തിൻ്റെ മഹിത മാതൃകയാണ്. ഒരു സൂഫിയുടെ ജീവിത രീതി എങ്ങനെയാണോ അത് അക്ഷരാർത്ഥത്തിൽ 100% ജീവിതത്തിൽ മാതൃക കാണിച്ചു കൊടുത്ത മഹാനാണ്. ഈ ദിക്റിലും സലാത്തിലും ഔറാദുകളിലും മുഴങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ സ്പിരിച്വൽ പവർ വർദ്ധിക്കുകയുള്ളൂ. നമ്മൾ ഒരുപാട് പ്രസംഗിച്ചതുകൊണ്ടോ, ഒരുപാട് സമ്മേളനങ്ങൾ നടത്തിയതുകൊണ്ടോ, ഒരുപാട് കോൺഫറൻസുകൾ നടത്തിയതുകൊണ്ടോ നമുക്കൊരു ആത്മീയ ചൈതന്യം ലഭിക്കുകയില്ല. നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ചില ഊർജങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ സോളിനെ റീചാർജ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റീചാർജ് യുവർ സോൾ, മൈൻഡ് ആൻഡ് ബോഡി. അവിടെ ഏറ്റവും പ്രഥമമായ സ്ഥാനം കൊടുത്തിട്ടുള്ളത് സോളിനാണ്, ആത്മാവിനാണ്. ഈ ആത്മാവിനെ റീചാർജ് ചെയ്യാനുള്ള ഏറ്റവും മുഖ്യമായ അതിൻ്റെ ഇന്ധനം ദിക്റുകളും സലാത്തുകളുമാണ്. അതിനാണ് ഇവരൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തന്നെ വദ്ദാക്കിരീന അല്ലാഹ വദ്ദാക്കിറാത്ത്, ദിക്ർ ചെല്ലുന്ന ആണുങ്ങളും ദിക്ർ ചെല്ലുന്ന പെണ്ണുങ്ങളും. അവിടെ സ്ത്രീകൾക്കും തുല്യമായ പദവിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ബസറയിൽ താമസിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു സൂഫി വനിതയായിരുന്നു മൈമൂനത്തുൽ ബസരി. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു എന്ന് വാരാന്തയിലൂടെ ആടുകളെ മേച്ച് നടന്നിരുന്ന സൂഫി വനിത. ആ സൂഫി വനിതയെ കാണാൻ വേണ്ടി അങ്ങകലയിൽ നിന്ന് ഒരു മഹാൻ ആ സൂഫി വനിതയെ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് റബീഉ ഇബ്നു ഖൈസം. ഈ റബീഉ ഇബ്നു ഖൈസം ഒരു സൂഫി വനിതയായ മൈമൂനത്തുൽ ബസരിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ആ സൂഫി വനിതയെ ഇത്ര വലിയ മഹാനായ റബീഉ ഇബ്നു ഖൈസം സന്ദർശിക്കാൻ വേണ്ടി വരുന്നത്? അവിടെയാണ് നമ്മുടെ ദിക്റിൻ്റെ മാഹാത്മ്യം. അള്ളാഹുവിൻ്റെ ചിന്തയിൽ മാത്രം, ഇലാഹിയായ ചിന്തയിൽ മാത്രം ഒതുങ്ങി
അവരുടെ മറ്റ് ഭൗതിക ജീവിതങ്ങളിൽ നിന്നൊക്കെ മാറി ആടിനെ മേച്ച് നടന്നിരുന്ന ആ മഹദി അവറുകളെ കാണാൻ വേണ്ടി വരുന്ന ഒരു രംഗമുണ്ട്. ചരിത്രം വലുതാണ്, വലിയ രൂപത്തിൽ വഴുതു പറയാനുള്ളൊരു മാറ്ററാണ്. പക്ഷെ ഞാനിപ്പോൾ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. അവിടെ കണ്ട ഒരു പ്രത്യേകത, റബീഉ ബിൻ ഖൈസം വരുന്ന സമയത്ത് മൈമൂനത്തുൽ ബസരി ഇബാദത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആടുകളെ മേച്ച് നടന്നിരുന്ന, ഒരു പറ്റം ആടുകളെ മേച്ച് നടന്നിരുന്ന ആ സൂഫി വനിത റബീഉ ബിൻ ഖൈസം കണ്ട രംഗം, ആടുകളുടെ സംരക്ഷണത്തിന് മൈമൂനത്തുൽ ബസരി നമസ്കരിക്കുമ്പോൾ ഈ ആടുകളുടെ സംരക്ഷണത്തിന് ചുറ്റും നിന്നിരുന്നത് ചെന്നായ്ക്കളായിരുന്നു. ചെന്നായ്ക്കൾ അറിയോ നിങ്ങൾക്ക്? സാധാരണ ചെന്നായ്ക്കൾ ആടുകളെ പിടിക്കുന്ന രൂപത്തിലാണ്, കടിക്കുന്ന രൂപത്തിലാണ്, കൊല്ലുന്ന രൂപത്തിലാണ്. പക്ഷേ മൈമൂനത്തുൽ ബസരി അള്ളാഹുവുമായി മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ആടുകളെ ആരാണ് ആക്രമിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി ചെന്നായ്ക്കളായിരുന്നു കാവൽ നിന്നിരുന്നത്. മഹാനായ റബീഉ ബിൻ ഖൈസം ആ തിരുസന്നിധിയിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അവർ തമ്മിൽ കണ്ടുമുട്ടിയ ഒരു രംഗമുണ്ട്. ആ സന്ദർഭത്തിൽ ഞാൻ വളരെ ചുരുക്കി പറയുന്നു, മൈമൂനത്തുൽ ബസരി ആവശ്യപ്പെട്ടത് റബീഉ ബിൻ ഖൈസമിനോട് ഖുർആനിൽ നിന്ന് ഏതാനും വചനങ്ങൾ ഓതാൻ വേണ്ടി മാത്രമായിരുന്നു. റബീഉ ബിൻ ഖൈസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ യൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഈ വചനങ്ങൾ ഓതിയതോടുകൂടി മൈമൂനത്തുൽ ബസരി ഷഹാദത്ത് കലിമ ചൊല്ലി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. ദിക്റിന് ദിക്ർ ചൊല്ലുന്ന ആണായാലും ശരി പെണ്ണായാലും ശരി അള്ളാഹുവിൻ്റെ അടുക്കൽ തുല്യ സ്ഥാനമാണ്. ഞാനിത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഈ മക്കാമിൻ്റെ മുകളിൽ നേരത്തെ പ്ലാൻ ചെയ്ത് എനിക്ക് പരലോകത്തേക്ക് പോകാനുള്ള എൻ്റെ റൂട്ട് ഇതാണ് എന്ന് നിശ്ചയിച്ച് കസാരയിട്ട് ദിക്ർ ചെല്ലുന്ന ചെറുവാളൂർ ഉസ്താദിനെ അനുസ്മരിക്കുമ്പോൾ ഈ ചെറിയ ഒരു കഥ ഓർമ്മ വന്നു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാന്മാരായ ആരിഫീങ്ങളുടെ, സൂഫിവര്യന്മാരുടെ, ഹൃദയശുദ്ധിയുള്ള മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ആത്മാവ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭമാണ്. വളരെ മോശം പ്രകൃതിയുള്ള കാലാവസ്ഥയാണ്. ഇവിടെ ശരീരത്തെയോ മനസ്സിനെയോ നന്നാക്കിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ മരണസമയത്ത് അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. മരണത്തെയാണ് സ്മരിക്കേണ്ടത്. വ്യക്തിയെ, അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ സാധാരണ നടക്കുമ്പോൾ വ്യക്തിയെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. അതല്ല അനുസ്മരണം. അനുസ് പ്ലസ് മരണമാണ്. മരണത്തെ സ്മരിക്കുകയാണ്. ആ മരണത്തെ സ്മരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് അവബോധമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ശരീരത്തെക്കുറിച്ചോ മനസ്സിനെക്കുറിച്ചോ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ നമുക്ക് ഉത്തമം നമ്മുടെ ആത്മാവിനെ പരിശുദ്ധമാക്കലാണ്. കാരണം ആ മരണസന്ദർഭത്തിൽ നമ്മുടെ ആത്മാവിനെ വിളിച്ചുകൊണ്ടാണ് മലക്കുകൾ വരിക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തമായ ആത്മാവുമായി, ഹൃദയശുദ്ധിയോടുകൂടി, വിശാല മനസ്സോടുകൂടി, ആത്മീയ പരിശുദ്ധിയോടുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലി മഹാന്മാരോടുകൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ്
നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.